ഹേ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്നലെ സഫ പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാട്ടോ അതിന് വെച്ചാൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പം നേരെ വന്നത് എടുത്തേക്ക് അടുത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാ പോയാലേ പെട്ടത് ഉസ്താദിന് മുമ്പിലാണ്. ഇനി ഇങ്ങനെ പൈസ വന്നെങ്കിൽ ശരിയാവല്ല, നേരത്തെ വരണേലിട്ട് അവിടെ എത്തിയാവാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിട്ട് നല്ല അടിപൊളി ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു കേട്ടോ. അതും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സ്കൂൾ ഈ ഒരു നിലയിൽ എത്തിക്കാനില്ല ഉസ്താദിന് ഒരുപാട് ആൾക്കാർ സഹായിച്ചു കേട്ടോ. അവർക്കെല്ലാം ഉസ്താദ് എപ്പോഴും പ്രത്യേക ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്കൂളിൻ്റെ കുറച്ചപ്പുറത്തേന് ഒരു ഹോസ്റ്റലുണ്ട്. അവിടെ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ട് കേട്ടോ. അവിടെ എന്ന് വെച്ചെങ്കിൽ 25 എത്തിയും പിള്ളമാർ കൂടി ഉണ്ട്. അവരെല്ലാവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുള്ള മാഷാ അല്ലാ. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പുറത്ത് ചെയ്യുമ്പോഴത്തേക്കുണ്ട് ഇവിടെ കരാട്ടൻ്റെ പ്രാക്ടീസ് ആവാ. ഇത് കാണുമ്പോൾ പിന്നെ നമ്മൾ നിന്നോ കേട്ടോ. അത് കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് പിള്ളേരെല്ലാം ഇങ്ങനെ ചെയ്യുന്ന കാണാൻ. പിന്നെ കുറേ ആളെ ചിന്താഗതി ഉണ്ട്, എന്തിന് പെണ്ണുപിള്ളേരെ കരാട്ട പഠിപ്പിക്കുന്നത്, എന്തിൻ്റെ ആവശ്യം, പിന്നെ വലുതാകുമ്പോഴേക്ക് ഇവരെന്താവാൻ, അങ്ങനത്തെ എല്ലാ ചിന്താഗതി ഉണ്ട്. അതൊന്നും അല്ല കേട്ടോ. നമ്മളെ മക്കളെ നമ്മൾ തന്നെ നോക്കണം, നമ്മൾ എപ്പോഴും അവരൊപ്പം ഉണ്ടാകണമെന്നില്ലല്ലോ. ഇത് ഈ ചെറുപ്പത്തിൽ കുറച്ച് സ്റ്റെപ്പെല്ലാം പഠിച്ചു വെച്ചെങ്കിലില്ല അത് അവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യും കേട്ടോ. മാഷാ അല്ലാ. ആ യൂണിഫോം ഇട്ടിട്ടുള്ളത് തന്നെ എൻ്റെ മോളവാ. പിന്നെ വെച്ചെങ്കിൽ അമ്മാടും കുറച്ച് ഇവരെ പ്രാക്ടീസും കാര്യങ്ങളും നോക്കി. പിന്നെ ഇവരെ സാറില്ല അല്ല അടിപൊളി അവർക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ. പിന്നെ ഈ കറാട്ടൻ്റെ പിന്നെ പ്രാധാന്യം നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെ എന്തെന്നെല്ലാം. പിന്നെ എന്നോട് കുറേ ആൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ സ്കൂളിൻ്റെ വീഡിയോ മാത്രം ഇടുന്നതിന്. പിന്നെ അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ 2 മക്കളും പഠിക്കുന്നത് ഇതേ സ്കൂളിലാട്ടോ മാഷാ അല്ലാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അമ്മ പരിക്കൊന്നുമില്ല. അപ്പോൾ കിടപ്പുള്ളവരെല്ലാം ഉള്ളു കൊടുത്തിട്ട് നിസ്കരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.